സർക്കാർ പുറത്തുവിടണമെന്ന് എ.കെ. ആന്റണി ആവശ്യപ്പെട്ട ശിവഗിരി മാറാട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ നേരത്തെ നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയതാണ്. 2 റിപ്പോർട്ടുകളും നിയമസഭാ വെബ്സൈറ്റിൽ ഇപ്പോഴും ലഭ്യമാണ്. എ.കെ. ആന്റണിയെ പിന്തുണച്ച് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ രംഗത്തെത്തി. മുത്തങ്ങയിൽ അന്ന് അനുഭവിച്ച പീഡനങ്ങൾക്ക് എങ്ങനെ മാപ്പ് നൽകും എന്നായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയ C.K. ജാനുവിന്റെ ചോദ്യം. ശിവഗിരി മാറാട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിടണമെന്നായിരുന്നു എ.കെ. ആന്റണി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ നിയമസഭാ വെബ്സൈറ്റിൽ റിപ്പോർട്ട് നേരത്തെ തന്നെയുണ്ട്. ശിവഗിരിയിൽ പോലീസ് അതിക്രമം നടന്നിട്ടില്ലെന്നും 1-2 പോലീസുകാരുടെ പെരുമാറ്റം സേനയുടേതായി കാണാനാവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശിവഗിരിക്ക് ദോഷം വരുമെന്ന് കണ്ടപ്പോഴാണ് കോടതി ഇടപെടലും പോലീസ് നടപടിയും ഉണ്ടായതെന്ന് എ.കെ. ആന്റണിയെ പിന്തുണച്ച ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. ഹൈക്കോടതി അല്പം ബലം പ്രയോഗിച്ചാണെങ്കിലും അധികാര കൈമാറ്റം നടത്തണം എന്ന് ഗവൺമെന്റിന് നിർദ്ദേശം കൊടുക്കുകയും, പക്ഷേ ശിവഗിരിയിൽ പോലീസ് കയറി, അങ്ങനെ പോലീസ് കയറുന്നതിനുള്ള സാഹചര്യം ആരാണോ സൃഷ്ടിച്ചത്, അധികാര കൈമാറ്റം നടത്താൻ തടസ്സം നിന്ന ആളുകളാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. മാറാട് കലാപം അന്വേഷിച്ച തോമസ് പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടും നിയമസഭാ വെബ്സൈറ്റിലുണ്ട്. അക്രമങ്ങൾ തടയുന്നതിൽ പോലീസിന് സാധിച്ചില്ലെന്ന് തോമസ് പി ജോസഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ മുത്തങ്ങയിൽ അനുഭവിച്ച പീഡനങ്ങൾക്ക് എങ്ങനെ മാപ്പ് നൽകുമെന്നായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയ C.K. ജാനുവിന്റെ ചോദ്യം. ഇപ്പോഴും പരിഹരിക്കാതെ അന്നത്തെ ആ സംഭവം അതേപോലെ നിലനിൽക്കുകയാണല്ലോ. അതിനൊരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിലാണ് മാപ്പ് നൽകാൻ പറ്റുക. അത് അതേപടി തുടർന്ന് പോവുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് മാപ്പ് എന്നുള്ള നിലയിൽ പറയാൻ പറ്റുക? അതേസമയം ശിവഗിരി മുത്തങ്ങ സംഭവങ്ങളിൽ പ്രതിരോധത്തിനായി എ.കെ. ആന്റണി തന്നെ ഇറങ്ങേണ്ടി വന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.